അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് ദൈവം, അല്ലെങ്കിൽ എന്തിനെയാണ് ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതമില്ല എന്ന് പറയുന്നവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് നമ്മൾ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ എന്താണ് ദൈവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ച് പോകുന്ന ഒരു ശക്തി, ആ ശക്തിയാണ് ദൈവം. അതാണ് ദൈവം എന്നുള്ള അവരുടെ വിശ്വാസം. അങ്ങനെയെങ്കിൽ ആ ശക്തിക്ക് എന്തുകൊണ്ട് മരണാനന്തരം ഒരു ജീവിതം സാധ്യമാക്കാൻ കഴിയുന്നില്ല? അതിനവരുടെ വാദം, നമ്മൾ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ ആ മണ്ണിൽ നിന്നും ആ മണ്ണ് നമ്മളെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു പുനർജനനം സാധ്യമാവുകയോ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശക്തി യഥാർത്ഥ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതെങ്ങനെ? പരിശുദ്ധ ഖുർആൻ സൂറത്തു ഖാഫിലെ തുടർന്നുള്ള ഭാഗങ്ങൾ അല്ലാഹു പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫലം യൻദുറൂ إلى السماء فوق بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب. നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തി തരാണ്. അള്ളാഹു പറയാണ്, അഫലം യൻദുറു ഇലസ്സമാ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നില്ലേ? എന്താ ആകാശത്തേക്ക് നോക്കാൻ പറയാൻ കാരണം? ഫൗഖഹും കൈഫ ബനീനഹ. ഫൗഖഹും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുകളിലുള്ള ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? കൈഫ ബനീനഹ, അതെങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? വസയ്യന്നാഹ, അതെങ്ങനെയാണ് അലങ്കരിച്ചിരിക്കുന്നത്? ഈ രാത്രി തന്നെ നമ്മൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ ഇത്ര മനോഹരമായിക്കൊണ്ട് നമുക്കത് കാണാൻ കഴിയും. നക്ഷത്രങ്ങളാൽ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലൂടെ അള്ളാഹു ആകാശത്തെ അലങ്കരിച്ചിരിക്കുകയാണ്. നമ്മളോട് പറയുകയാണ്, നിങ്ങളൊന്നും നോക്കുന്നില്ലേ? അതെങ്ങനെ സാധിപ്പിച്ചെടുത്തു എന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? വമാ ലഹാ മിൻ ഫുറൂജ്, നിങ്ങൾക്ക് അതിൽ യാതൊരു വിടവുകളും കാണുവാൻ സാധിക്കൂല. അതിൽ യാതൊരു വിടവുകളും ഇല്ല. വിശുദ്ധ ഖുർആനിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കുന്നില്ലേ? നിങ്ങൾക്ക് വല്ല വിടവും കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു സൃഷ്ടിപ്പ് അത്രയേറെ മഹത്വമുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വൽ അർദ മദദിനഹ, ഭൂമിയെ നാം പരത്തിയിരിക്കുന്നു, വിശാലമാക്കിയിരിക്കുന്നു. വ അൽഖൈനാ ഫിഹ, എന്നിട്ട് നാം അതിൽ സ്ഥാപിച്ചിരിക്കുന്നു റവാസിയ, ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിച്ചു. എന്തിന്? ഭൂമി ഇങ്ങനെ ഇളകി പോകാതിരിക്കാൻ, ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്, വഅംബത്നാ, എന്നിട്ട് നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തു, ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്, കൗതുകപ്പെട്ട എല്ലാതരം ഇണവസ്തുക്കളെയും അള്ളാഹു അതിൽ മുളപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്ന മക്കയിലെ മുശ്രിക്കുകളോടാണ്. അവരോട് പറയുന്നത്, അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന തെളിവുകൾ അവർക്ക് നിരത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇത്രയും കഴിവുള്ള, അല്ലെങ്കിൽ ഇത്രയും വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തിക്ക് എന്തുകൊണ്ട് നിസാരമായ ഒരു മനുഷ്യനെ, അതും ഒന്നുമില്ലായ്മയിൽ നിന്നും പടച്ച ഒരു മനുഷ്യനെ, അവൻ്റെ എല്ലുകൾ ബാക്കിയുണ്ടായിരിക്കെ വീണ്ടും പടക്കുവാൻ അള്ളാഹുവിന് പ്രയാസമാണോ എന്ന് അള്ളാഹു ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അള്ളാഹു പറയാണ്, തബ്സിറതൻ വദിക്റ ലികുല്ലി അബ്ദിൻ മുനീബ്. തബ്സിറതൻ, നിങ്ങൾ കണ്ടറിയുന്നതിന് വേണ്ടി, വദിക്റ, നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി, ലികുല്ലി അബ്ദിൻ മുനീബ്, മുനീബായിട്ടുള്ള അഥവാ വിനയപ്പെടുന്ന മനസ്സുള്ള എല്ലാ അടിമകളും ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ തെളിവുകൾ ഇവിടെ നമുക്ക് വേണ്ടി പറയുന്നത്. അപ്പം നമ്മൾ ആലോചിക്കുക, ഇതെല്ലാം കഴിയുന്നവനാണ് റബ്ബ് എങ്കിൽ ആ റബ്ബിന് എന്തുകൊണ്ട് നമ്മളെ വീണ്ടും ഒരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ജനനം കൂടെ സാധ്യമാക്കാൻ കഴിയുന്നില്ല?